ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ലളിത സഹസ്രനാമത്തിൻ്റെ പ്രാധാന്യവും ആർക്ക് ഉപദേശിച്ചു കൊടുത്തു എന്നുള്ള കാര്യവുമൊക്കെ തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ധ്യാനമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്, അതിലെ കുറച്ച് ഭാഗങ്ങൾ. ആ ഭാഗവും അതിൻ്റെ അർത്ഥവും നമ്മൾ ഇന്നലെ നോക്കി. ബാക്കി ഭാഗം നമുക്കിന്ന് നോക്കാം. ഇന്നലെ നമ്മൾ അർത്ഥം പറഞ്ഞത് സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരത്താരാനായകശേഖരാം സ്മിതമുഖീമാപീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോൽപലം ബിഭൃതീം സൗമ്യാം രത്നകടസ്ഥ രക്തചരണാം ധ്യായേത് പരാമംബികാം. ഇത്രയാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. അർത്ഥവും നമ്മൾ പഠിച്ചു. മഹാദേവിയുടെ ആ തിരുസൗന്ദര്യം, അതാണ് നമ്മൾ ഇന്നലെ പഠിച്ച ഈ ഭാഗത്തിൻ്റെ അർത്ഥം. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗം നോക്കാം. ധ്യായേത് പത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായതാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതസത് ഹേമപത്മാം വരാംഗീം സർവാലങ്കാരയുക്താം സതതമഭേദാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പ്രദാത്രീം. ധ്യായേത്, ധ്യാനിക്കുന്നു, വണങ്ങുന്നു. ദേവി എവിടെയാണിരിക്കുന്നത്? താമരപ്പൂവിലിരിക്കുന്നവളും പത്മാസനസ്ഥാം വികസിതവദനാം, വിടർന്ന മുഖത്തോടു കൂടിയവളും. താമരപ്പൂവിലിരിക്കുന്നവളും വിടർന്ന മുഖത്തോടു കൂടിയവളും പത്മപത്രായതാക്ഷീം, അക്ഷി എന്താണ്? കണ്ണ്. പത്മപത്രം, താമരപ്പൂവിൻ്റെ ഇതളുകൾ. അപ്പം ദേവിയുടെ കണ്ണുകൾ എങ്ങനെയാണ്? താമരപ്പൂവിൻ്റെ ഇതളിൻ്റെ ആകൃതിയിലുള്ള കണ്ണുകളാണ് മഹാദേവിക്ക്. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹേമാഭാം പീതവസ്ത്രാം, സ്വർണവളയും മഞ്ഞപ്പട്ടുടുത്തവളും. പിന്നെ കരകലിത സത് ഹേമ പത്മാം വരാംഗി, കയ്യിൽ പൊൻ താമരപ്പൂ ഏന്തിയവളും ഉത്തമയും സർവാലങ്കാര വിഭൂഷിതയും എപ്പോഴും അഭയം അരുളുന്നവളും ഭക്തർ നമസ്കരിക്കുന്നവളും ഭക്തർ കുമ്പിടുന്നവളും ഭവാനീദേവിയും ജ്ഞാനസ്വരൂപിണിയും ശാന്തമൂർത്തിയും എല്ലാ ദേവന്മാരാലും വന്ദിക്കപ്പെടുന്നവളും ഐശ്വര്യങ്ങൾ കോരിച്ചൊരിയുന്നവളുമായ അവിടുത്തെ മഹാദേവിയെ ഞാൻ വണങ്ങുന്നു. ഇതാണ് ഇത്രയും ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇപ്പം ദേവി എവിടെ ഇരിക്കുന്നു? താമരപ്പൂവിലിരിക്കുന്നു. ദേവിയുടെ മുഖം വിടർന്ന മുഖമാണ്. കണ്ണുകൾ താമരപ്പൂവിൻ്റെ ഇതളുകൾ പോലെയുള്ള ആകൃതിയുള്ള കണ്ണുകളാണ്. ദേവിക്ക് സ്വർണവളയുണ്ട്, മഞ്ഞപ്പട്ട് ഉടുത്തിട്ടുണ്ട്, കയ്യിൽ പൊൻ താമരപ്പൂവുണ്ട്. അതുപോലെ തന്നെ ഉത്തമയാണ്, സർവാഭരണ വിഭൂഷിതയാണ്, എപ്പോഴും അഭയമരുളുന്നവളാണ്, ഭക്തർ നമസ്കരിക്കുന്നവളാണ്. ഭവാനീദേവിയും ജ്ഞാനസ്വരൂപിണിയും ശാന്തമൂർത്തിയും എല്ലാ ദേവന്മാരാലും വന്ദിക്കപ്പെടുന്നവളും ഐശ്വര്യങ്ങൾ കോരിച്ചൊരിയുന്നവളുമായ അവിടുത്തെ ഞാൻ ധ്യാനിക്കുന്നു, വണങ്ങുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസവും ഇന്നും നമ്മൾ പഠിച്ച ഈ രണ്ട് ഭാഗങ്ങളും നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അർത്ഥം മനസ്സിലാക്കി ജപിക്കുമ്പോഴാണ് കൂടുതൽ ഫലം ലഭിക്കുന്നത്. പുറത്ത് നല്ല മഴ പെയ്യുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് ചില ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ക്ഷമിക്കുക. അതുപോലെ ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ സഹസ്രനാമം ജപിക്കുമ്പോൾ വെറും തറയിലിരുന്ന് ജപിക്കരുത്, എന്തെങ്കിലും പായോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ജപിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴുണ്ടായ ഒരു സംശയമാണ്,
ഈ പ്രായമായ ആളുകൾ അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടുന്നത്, അതായത് താഴെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ളവരെ കസേരയിലിരുന്ന് ജപിക്കാമോ എന്നൊരു ചോദ്യം വന്നിരുന്നു. തീർച്ചയായിട്ടും ജപിക്കാം, അതിലൊന്നും യാതൊരു തെറ്റുമില്ല. അംബികയാണ്, അംബികയ്ക്ക് എല്ലാം അറിയാം. അമ്മയാണ് നമ്മുടെ. അമ്മയെ സ്നേഹിക്കുക. കസേരയിലിരുന്നേ നമുക്ക് ജപിക്കാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ അങ്ങനെ ജപിക്കുക. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നവരുടെ സ്ഥലത്ത് ചിലപ്പോൾ വിളക്കൊന്നും തെളിയിച്ച് നാമം ജപിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയില്ല. നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട. കുളിച്ച് ശുദ്ധമായി സ്വസ്ഥമായി, കസേരയിലെങ്കിൽ കസേര, കട്ടിലിൽ എങ്കിൽ കട്ടിലിൽ, എവിടെയാണോ സ്വസ്ഥമായിരുന്ന് ശുദ്ധമായിരുന്ന് ജപിക്കുവാൻ സാധിക്കുന്നത് അവിടെ ഇരുന്ന് ജപിച്ചു കൊള്ളുക. അമ്മയ്ക്കെല്ലാം അറിയാം. ഏത് പരിതസ്ഥിതിയിലും അമ്മയെ ഓർക്കുന്നു, അമ്മയെ വിളിക്കുന്നു, അമ്മയെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഭക്തിയാണ്, സ്നേഹമാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാ ദിവസവും ഈ ലളിതാ സഹസ്രനാമത്തിൻ്റെ അർത്ഥം പറയുന്ന ഈ ക്ലാസ്സിലും, അതുപോലെ ഭഗവത്ഗീതയുടെ ക്ലാസ്സിലും ഭാഗവതം അതിൻ്റെ കഥ നമ്മൾ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കേൾക്കണം. മിക്ക ദിവസങ്ങളിലും ഇതൊക്കെ മുടങ്ങാതെ ഇടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈശ്വരൻ എന്ത് നിശ്ചയിച്ചിരിക്കുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇതുവരെ തടസ്സങ്ങളൊന്നും കൂടാതെ മുമ്പോട്ട് പോകുന്നതിനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഭഗവത്ഗീത അത് ഞാനിങ്ങനെ ഓരോ ശ്ലോകമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ കേൾക്കാത്ത എല്ലാവരും തന്നെ സമയം കിട്ടുമ്പോൾ അത് കേൾക്കണം. ഭാഗവതത്തിലെ കഥകൾ അത് കേൾക്കണം. ഈ പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ജൂൺ മാസത്തിൽ വലിയ വിശേഷങ്ങളൊക്കെയാണ്, വലിയ വിശേഷങ്ങളുള്ള ദിവസങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എല്ലാവരും കേൾക്കണം. എന്നും മാധവത്തിൻ്റെ കൂടെ ഉണ്ടാകണം. നാമം ജപിക്കണം, അത് വളരെ നിർബന്ധമാണ്. സമയം കിട്ടുമ്പോൾ ഒക്കെ നാമം ജപിക്കുക. സമയമുണ്ടാക്കി നാമം ജപിക്കുക. വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നാമം ജപിക്കുക. ഈ കലിയുഗത്തിൽ നാമം ജപിക്കുന്നത് മാത്രമേ ഉള്ളൂ ഐശ്വര്യം. നാമജപത്തിന് വലിയ പ്രാധാന്യമാണ്. നമ്മുടെ ലോകത്തിന് അത് വളരെയധികം ഫലം ചെയ്യും. എല്ലാവർക്കും സമാധാനമുണ്ടാകണം, എല്ലാവർക്കും സുഖമുണ്ടാകണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് സനാതനധർമ്മത്തിൻ്റെ ആപ്തവാക്യം തന്നെ. അതുകൊണ്ട് തന്നെ സ്വസ്ഥവും സമാധാനവുമായ ജീവിതം എല്ലാവർക്കും ഉണ്ടായാൽ മാത്രമേ നമുക്കും ഉണ്ടാവുകയുള്ളൂ. എല്ലാവരും അത് ഓർക്കണം. നമുക്കൊരു തൊഴിൽ നൽകുന്ന ഒരാൾ ഉണ്ട് എന്ന് ഓർക്കുക. അയാൾക്ക് നല്ല അഭിവൃദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തൊഴിൽ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു കച്ചവടക്കാരനുണ്ട്, അയാൾക്ക് നല്ല കച്ചവടമുണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്ന് നമുക്കൊന്ന് ഓടിപ്പോയി ഒരു സാധനം മേടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതെല്ലാവരും ഓർക്കണം. പരമാവധി സമയം നാമം ജപിക്കുക. എത്ര സമയം ജപിക്കാമോ? ഇപ്പം 108 തവണ ജപിക്കുന്നു ഒരാൾ, അയാൾക്ക് വീണ്ടും ഒരു 108 കൂടി ജപിക്കാം. അങ്ങനെ ജപം കൂട്ടുക. അത് നമുക്ക് വലിയ പ്രയോജനം ചെയ്യും. ഒന്നുമില്ലേലും ജപിക്കുമ്പോൾ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റമൊക്കെ വളരെ നന്നായി ശ്വാസം എടുക്കാനായിട്ട് പറ്റും. ആസ്മ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറയും. ശ്വാസകോശം അത് നല്ല ക്ലിയർ ആവും. ഇതൊക്കെ നമ്മുടെ ശരീരത്തിനും നല്ലതാണ് എന്ന് ഓർക്കുക. നാമം ജപിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അമ്മ മഹാമായയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? എങ്ങനെ ഇരിക്കുന്നു മഴ? ഇവിടെ തിരുവനന്തപുരത്ത് കലശലായ മഴയാണ്, എപ്പോഴും മഴയാണ്. നിങ്ങളുടെ മഴ വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടൂ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.